മമ്മാലിക്ക മമ്മാലിക്ക ഈ മമ്മാലിക്കൊക്കെ പോയിപ്പാ കാണുന്നില്ല. മാലിക്ക കാക്ക എടി ഞാൻ വിളിക്കാം. ആരോ തീർന്ന് കൊറേ നേരം വിളിക്കണേട്ടാ. ഞാൻ വിളിക്കാം നിന്നെ. ഓക്കെ. ആ ശരി ശരി. ആര് നട്ടുച്ചക്ക് ആരാണ്? ഞാൻ പറവൂരിന്ന് വരുന്നതാണ്. എൻ്റെ പേര് ഖാലിദ്. അല്ല മമ്മാലിക്കയില്ലേ അവിടെ? അല്ല മോളെ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. മമ്മാലിക്ക് ഇവിടുന്ന് പോയിട്ട് 6 മാസത്തോളായി. അല്ലാ. ഞങ്ങള് വാടകയ്ക്ക് താമസിക്കണ്ട. ഇക്കാര്യം മനസ്സിലായില്ല എനിക്ക്. എൻ്റെ പുര പറവൂരാണ് മോളെ. ഞാൻ റമദാൻ മാസമായാലും ഇങ്ങോട്ടെല്ലാം ഒരു വരവുണ്ട്. ഈ പുരയെല്ലാം ഇങ്ങനെയുള്ള ഇതാക്കിയിട്ടൊരു വരവുണ്ട്. ആ വരുത്തില് നമ്മളിവിടെയൊക്കെ കയറിയിട്ട് നമ്മളോട് കുറച്ച് വിശ്വാസം പറയും, എന്തെങ്കിലും നമ്മളെ സഹായിക്കും. മമ്മാലിക്കാനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇപ്പൊ എവിടൊക്കെ പോയത്? മമ്മാലിക്ക് ആലുവയില് മോളുടെ അടുത്തേക്ക് പോയേക്കണേ. മമ്മാലിക്കൊക്കെ പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പൊ മോള് കൊണ്ടുപോയി. ഇവിടെ വേറെ മക്കളൊക്കെ പുറത്തല്ലേ, ആ മക്കളൊക്കെ ഫാമിലി ആയിട്ട് പുറത്തല്ലേ. അപ്പൊ മോള് വന്ന് കൊണ്ടുപോയി. ഇക്കാനും മിത്താനും മോള് വന്ന് കൊണ്ടുപോയി. അപ്പൊ ഈ വീട് ഒഴിഞ്ഞെടുക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വാടകയ്ക്ക് മാറിയതാ. അത് ഞാൻ അറിയില്ലല്ലോ. ഞാന് ഫോൺ നമ്പർ ഉണ്ട്, ഞാൻ ഇക്കാട് തരാം. ഞാൻ വെയില് കൊണ്ട് ഭയങ്കര ക്ഷീണത്തിലാണല്ലോ. ഇക്കട് കയറി എന്തോ ഞാൻ സോറി പറയാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് ആരെന്ന് മനസ്സിലാവണ്ടായിപ്പേ വിശേഷങ്ങൾ ചോദിച്ച നേരം പോയി. ഇക്ക കയറി ഇരിക്കി. നല്ല വെയിലത്ത് വന്നല്ല ഇരിക്കി. ഞാൻ ഫാൻ തരാം. ഇരിക്ക. ഇല്ല മോളെ, ഞാൻ പോകുന്നു. ഇവിടെ 2-3 പോരയും കൂടെയുണ്ട്. അതൊന്ന് പോയിട്ട് ഞാൻ പോയിട്ട് മമ്മാലിക്കാരൻ്റെ നമ്പർ മോളൊരു പേപ്പറിൽ എഴുതി തന്നാൽ മതി. ഞാൻ വിളിച്ചോളാം. പറവൂരിന്ന് നമുക്ക് അടുത്തല്ലേ, ഞാനപ്പോൾ പോയി കണ്ടോളാം. ശരി ശരി. ഇതിനകത്ത് മമ്മാലിക്കാരുടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് വിളിച്ചാൽ മതി. അപ്പൊ കാക്ക അവിടെ പോയി കാണാലോ. ഇതായിട്ട് അയക്കാടെ നമ്പറാണേ. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി മമ്മാലിക്കാൻ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഇക്കടെ വീട്ടിലാരൊക്കെ ഉണ്ട് അതൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കെട്ടിയോളുണ്ട്, പിന്നെ മോളുണ്ട്, മോന്റെ ഭാര്യ, അവർ 2 കുഞ്ഞുങ്ങൾ. മോന് 8 വർഷം മുമ്പ് മരിച്ചു. അയ്യോ. ദുബായിൽ മരിച്ചു. അതിനുശേഷം ഭയങ്കര കഷ്ടപ്പാട്ടിലുണ്ട്. പിന്നീട് ഈ കൊറോണ വന്നിട്ട് എനിക്കൊന്നും അവിടെ പോകാൻ പറ്റാത്ത സ്ഥിതിയായി. മരത്തിൻ്റെ പണിയില്ല. അത് കാക്കൊക്കെ നല്ലോണം അറിയാം, ഇവിടുത്തെ ആൾക്ക്. പിന്നെ അങ്ങനെ ഇപ്പോൾ കുറച്ച് 2-3 വീടുകൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം എന്തെങ്കിലും ഒന്ന് സഹായിക്കും ഈ സമയത്ത്. റംസാൻ മാസത്തിലെ സക്കാത്തൊന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിവിടെ കാരണന്മാരൊക്കെ പറഞ്ഞ്. എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ മുസ്ലിങ്ങൾ തന്നെയാ. അപ്പൊ നമുക്ക് സക്കാത്തിന്റെ നോയമ്പിന്റെ കാര്യം നമുക്കറിയാം. എന്തായാലും നോമ്പുള്ളതിന്റെ പേര് അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിന് കുടിക്കായിരുന്നു. നോമ്പുള്ള സമയത്തൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഞാൻ എന്തായാലും മമ്മാലിക്കാൻ വിളിക്കുമ്പോ മമ്മാലിക്കാണ് ഞാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞേക്കെ ഞാൻ ഇങ്ങനെ ഒരാള് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. അല്ല എനക്ക് എന്തായാലും പറഞ്ഞാല് അവിടെ അടുത്തല്ലേ, വിളിച്ചിട്ട് പോയി പറവൂരുന്ന് ആലുവ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പോയി കാണാം. നല്ല വെയിലാണ്. ഇക്കാക്ക് ഒരു കോട്ടയെങ്കിലും എടുത്ത് പിടിക്കാറുന്നില്ലേ? ഇക്ക ഒന്ന് നിന്നെ. ഇപ്പൊ നിക്ക് പോവല്ലേട്ടാ.
ഇതേ കുറച്ച് അരിയുണ്ട്, കുറച്ച് പൈസ ഉണ്ട്. അപ്പം ഇത് എനിക്കറിയില്ല, സക്കാത്ത് എന്താ തരാമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്കിത് വാങ്ങിക്കണം, ഇതൊരു സന്തോഷമാണ് കേട്ടോ. മോളെ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ മോളെ. ഇപ്പം നോമ്പും പെരുന്നാളൊക്കെ ഭംഗിയായിട്ട് ആഘോഷിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവണം. ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒട്ടിക്ക. മോളെ ആ ദുവ എന്തായാലും ഉണ്ടാവും മോളെ. പടച്ചോൻ ഇങ്ങനെയുള്ള മനസ്സുകളില്ലേ എപ്പോഴും പച്ചപ്പ് അങ്ങനെ സൂക്ഷിക്കുന്നതാണ്. ശരിക്ക പോയിട്ടോ, ശരിക്ക.